വെൽക്കം ബാക്ക് ടു ടെക് ലെയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നേച്ചർ ആന്തം എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ യൂണിറ്റാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന് താഴെ വരുന്ന കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇറാഖ് ബറൂക്ക എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ഓതർ അല്ലെങ്കിൽ ആ ഒരു നാരേറ്ററിനെ കുറിച്ച് നമുക്കൊന്ന് കാണാം. ഹീ ഈസ് ദ ഡയറക്ടർ, ഭാരതി വിദ്യാപീഠ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, പൂനെ. ഇപ്പം പൂനെയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഭാരതി വിദ്യാപീഠ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പം അവിടുത്തെ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹി ഹാസ് ബീൻ എൻഗേജ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസ്. അപ്പം പല വിധത്തിലുള്ള എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ബോധവൽക്കരിക്കുന്ന പ്രോഗ്രാംസ് കോളേജുകളിലും സ്കൂൾസിലും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. He has been associated with the NCERT, SCERT and UGC to further the case of formal environmental education. അപ്പം നമ്മുടെ ഈ ഒരു NCERTയും SCERT ഒക്കെ പഠിക്കാനുള്ള സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അപ്പം അവർക്ക് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷന് ഒരു ഭാഗമായിട്ടും കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹി ഹാസ് എക്സ്പെർട്ടൈസ് ഇൻ ദ ഏരിയ ഓഫ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ്, ലാൻഡ് യൂസ് പ്ലാനിംഗ്, എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, ഫോറസ്ട്രി, വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ്, സൂ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പം എക്സ്പെർട്ടൈസ് ചെയ്ത അല്ലെ ഒന്നും കൂടി ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത ടോപ്പിക്സ് ഇതൊക്കെയാണ്. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ്, ലാൻഡ് യൂസ് പ്ലാനിംഗ്, എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷനും ഫോറസ്ട്രിയും വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റും സൂ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഉള്ളത്. ഹി ഹാസ് ബീൻ ഇൻ വൈൽഡ് ലൈഫ് ആൻഡ് നാച്ചുറൽ കൺസർവേഷൻ ഫോർ നിയർലി 50 years. ഏകദേശം 50 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നേച്ചറിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വൈൽഡ് ലൈഫിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഫീൽഡിൽ ഏകദേശം 50 വർഷത്തോളമായിട്ട് നിൽക്കുന്നു. In 1993, he began developing in Bharati Vidyapith Institute of Environmental Education and Research, BIVEER. അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പം ഈ ഒരു എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഈ നേച്ചറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാരതി വിദ്യാപീഠ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. എ സർജൻ ബൈ പ്രൊഫഷൻ, ഹി വർക്ക് ഇൻ പൂനെ, ഇന്ത്യ. അപ്പം പുള്ളിക്കാരൻ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു സർജനാണ്. പക്ഷേ പുള്ളിക്കാരൻ തിളങ്ങിയിരിക്കുന്ന ഫീൽഡ് എന്ന് വെച്ചാൽ നേച്ചർ കൺസർവേഷൻ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. അപ്പം ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഹിസ് പബ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് എൻവിറോൺമെൻറ്റൽ സയൻസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. അപ്പം 2 പബ്ലിക്കേഷൻസ് ആണ്. ഒന്ന് ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യയും രണ്ടാമത് ദ ടെക്സ്റ്റ് ബുക്ക് ഓഫ് എൻവിറോൺമെൻറ്റൽ സയൻസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. അപ്പോൾ ഇത്രത്തോളമാണ് ഈ ഒരു വ്യക്തിനെ കുറിച്ച് നമുക്ക് കാണാവുന്നുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് പോകാനുള്ള സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ് ആണ്. അപ്പം ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് നോക്കാം. എബൌട്ട് 75% ഓഫ് സോളാർ എനർജി റീച്ചിങ് ദ എർത്ത് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സർഫസ് ഓഫ് എർത്ത്, വിച്ച് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. The rise of the heat radiates back to the atmosphere. Some of the heat is trapped by greenhouse gases, mostly carbon dioxide. As carbon dioxide is released by various human activities, the amount are rapidly increasing. This is causing global warming. അപ്പം ഗ്ലോബൽ വാർമിംഗ് എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഷോർട്ടായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 75% സോളാർ എനർജി അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു ഹീറ്റ് നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഔട്ടർ ലെയർ അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്പേസാണ് അബ്സോർവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സർഫസ് എർത്തിൻ്റെ ആ ഒരു ഏറ്റവും മുകളിലുള്ള ലെയർ അബ്സോർവ് ചെയ്തെടുക്കുക 75%. അപ്പോൾ ബാക്കി വരുന്ന 25% ഹീറ്റും നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കാണും. അപ്പം ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ അബ്സോർവ് ചെയ്തെടുക്കും. അപ്പം അബ്സോർവ് ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് പുറത്തേക്ക് പോകുന്നില്ല, ട്രാപ്ഡായിട്ട് ആ ഒരു ഗ്യാസസിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അത് അപ്പം ഹീറ്റ് വെളിയിൽ പോകുന്നില്ല, ആ ഗ്യാസിൻ്റെ അകത്ത് ആ ഒരു ഹീറ്റ് കാണും. അപ്പോൾ ആ ഒരു ഹീറ്റ് അതിൽ തന്നെ കിടക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ചൂട് കൂടും. മോസ്റ്റ്ലി കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാസാണ് കൂടുതലായിട്ടും ഇങ്ങനെ ചെയ്യുന്നത്. ആസ് കാർബൺ ഡയോക്സൈഡ് റിലീസ് ബൈ വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. കാർബൺ ഡയോക്സൈഡ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും തിരിച്ച് റിലീസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡാണ്. അതുപോലെ തന്നെ വെഹിക്കിൾസിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ പല
പേപ്പർ എത്തിക്കുമ്പം ഫാക്ടറീസിൽ നിന്ന് അങ്ങനെ കുറേയധികം എമൗണ്ട് ഓഫ് ഗ്യാസസ് വരുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ബാക്കി വരുന്ന 25% ഓഫ് ഹീറ്റിനെ അബ്സോർവ് ചെയ്തെടുക്കും. ആ ഒരു ഹീറ്റിനെ അവിടെ തന്നെ നിർത്തും. അങ്ങനെ ചൂട് കൂടുന്ന ഒരു പ്രതിഭാസമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ദ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ ഈസ് അബൌട്ട് 50 degrees Celsius. This is about 33 degrees Celsius higher than it would be in the absence of greenhouse effect. Without such gases, most of the Earth's surface would be frozen with a mean air temperature of minus 18 degrees Celsius. അപ്പോൾ ഇവിടെ ഗ്രീൻ ഹൗസ് ആ ഒരു എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു 33 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അതായത് ഈ ഒരു 15 ഡിഗ്രിയിൽ നിന്ന് 33 ഡിഗ്രി കുറയ്ക്കുകയാണെങ്കിൽ 18 ഡിഗ്രി, ആ ഒരു കാര്യമാണ് പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി, വലിയതായിട്ടൊന്നും വരത്തില്ല. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദ ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഹാവ് പൊല്യൂട്ടഡ് ദി അറ്റ്മോസ്ഫിയർ ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇറ്റ് ഹാസ് ബിഗാൻ ടു സീരിയസ്ലി അഫക്റ്റ് ദ ക്ലൈമറ്റ്. The carbon dioxide in the atmosphere has increased by 31% since pre-industrial times, causing more heat to be trapped in the lower atmosphere. There is evidence to show that carbon dioxide levels are still increasing. Many countries have signed a convention to reduce GHS under the UNFCCC. However, the current international agreements are not still effective enough to prevent significant change in climate and rise in sea level. അപ്പം ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റും അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് എന്ന് പറയുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ കാര്യമാണ്. കുറേയധികം പതിറ്റാണ്ടുകളായിട്ടുണ്ടാകുന്ന ഇൻഡസ്ട്രിയലൈസേഷനും പിന്നെ പോപ്പുലേഷൻ ഗ്രോത്തും അതെല്ലാം നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമ്മുടെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യും ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ സംഭവം. ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ ഹാസ് ഇൻക്രീസ് ബൈ 31%. അപ്പം 31% കൂടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ട പോലെ ആ ഒരു ഹീറ്റ് ഇതിൽ ട്രാപ്ഡായി നിൽക്കും, ചൂട് കൂടും. ഇപ്പോഴും ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കുറേയധികം കൺട്രീസ് ഒരു കൺവെൻഷൻ സൈൻ ചെയ്തിരുന്നു, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉപയോഗിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ. അത് UNFCCC എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷന് കീഴിൽ വരുന്നതാണ്. അപ്പം പല കൺട്രീസും അത് ഇപ്പം ഇങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ അത് എഫക്റ്റ് ആക്കുന്നുമില്ല, അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനും സീ ലെവൽ ഇൻക്രീസിനും അതിനൊന്നും വലിയ മാറ്റവും ഉണ്ടാകുന്നില്ലെന്നാണ് പറയുന്നത്. സീ ലെവൽ എങ്ങനെ കൂടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, നോർത്ത് പോൾ സൗത്ത് പോൾ ഇവിടെ 2 സ്ഥലത്തും ഐസാണുള്ളത്. അപ്പം മെയിൻലി ഈ ഒരു ചൂട് കൂടുന്ന സമയത്ത് അവിടുത്തെ ഐസ് ഉരുകും. അവിടെ വലിയ ഐസ് മലകളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ഉരുകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ വലിയ മലകൾ ഉരുകി വെള്ളം വീഴും. വെള്ളം വീഴുന്ന മൊത്തം കടലിലോട്ട്. അപ്പം ഈ വലിയ മല ഇങ്ങനെ ഉരുകുന്ന സമയത്ത് ആ ഉരുകിയ വെള്ളം മൊത്തം ആ ഒരു സ്ഥലത്ത് താങ്ങാനാവാതെ ഫുള്ളും എല്ലാ സ്ഥലത്തോട്ടും വരും. എല്ലാ സ്ഥലത്തോട്ടും വരുന്നിടയ്ക്ക് ഈ ഒരു കരയിലോട്ട് ഈ വെള്ളം കയറാൻ തുടങ്ങും. ഇപ്പോൾ കടലൊക്കെ കയറി വരാനൊക്കെ കേട്ടിട്ടില്ല. ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഇനി രണ്ടാമത്തെ നമ്മുടെ ടോപ്പിക്കാണ് ആസിഡ് റെയിൻ. വെൻ ഫോസിൽ ഫ്യൂവൽ സച്ച് ആസ് കോൾ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ ബേൺഡ്, കെമിക്കൽസ് ലൈക്ക് sulfur dioxide and nitrogen oxides are produced. These chemicals react with the water and other chemicals in the air to form sulfuric acid, nitric acid and other harmful pollutants like sulfate and nitrates. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോസിൽ ഫ്യൂവൽ, കോളിൻ്റെ അകത്ത് വരുന്ന പെട്രോൾ, ഡീസൽ, പിന്നെ ഓയില്, നാച്ചുറൽ ഗ്യാസസ് ഇതെല്ലാം കത്തിക്കുമ്പം കുറച്ച് കെമിക്കൽസ് ഉണ്ടാകും. സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു കെമിക്കൽസ് വെള്ളവും പിന്നെ മറ്റു പല കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടുന്ന് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും പിന്നെ വേറെ പല സൾഫേറ്റ്സും നൈട്രേറ്റ്സൊക്കെ ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. ദീസ് ആസിഡ് പൊല്യൂട്ടൻസ് സ്പ്രെഡ് അപ്വേർഡ്സ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ആർ ക്യാരിഡ് ബൈ എയർ കട്ട് to finally return to the ground in the form of acid rain cause many of environmental damage. Acid pollutants also occur as dry particles and gases, which when washed from the ground by rain add to acid in the rain to form an even more corrosive solution.
ദിസ് ഈസ് കോൾഡ് ആസിഡ് ഡിപ്പോസിഷൻ. അപ്പോൾ ഇവിടെ ആസിഡ് ഡിപ്പോസിഷൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന്, ഈ ഒരു കെമിക്കൽസൊക്കെ. അപ്പം ഇതൊക്കെ ഈ അറ്റ്മോസ്ഫിയറിൽ കിടന്നിട്ട് അത് ഫുള്ളും അതെല്ലാം മുകളിലോട്ട് പോയിട്ട് ആ ഒരു മേഘത്തിൻ്റെ അവിടെ പോകും. പിന്നെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നമുക്കറിയാം, മേഘം കുറേ അധികം ഇതായി കഴിയുമ്പം മഴ പെയ്യും. അപ്പം മഴ പെയ്യുമ്പം, അതായത് വെള്ളത്തിനപ്പുറം കെമിക്കൽസാണ് മഴ പോലെ പെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഈ വെള്ളം വീഴുന്നത് ഫൈനലി റിട്ടേൺ ടു ദി ഗ്രൗണ്ട് ഇൻ ദ ഫോം ഓഫ് ആസിഡ് റെയിൻ. അപ്പം മഴയുടെ രൂപത്തിലാണ് ഇത് ഈ കെമിക്കൽസ് ഭൂമിയിലൂടെ വീഴുന്നത്. അപ്പം ഇത് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഒത്തിരി എൻവയോൺമെൻറ്റൽ ഡാമേജ് വരുന്നുണ്ട്. ഇതെല്ലാം വന്നിട്ട് നമ്മുടെ മണ്ണിലോട്ട് പോകും, അവിടുത്തെ ഫെർട്ടിലിറ്റി പോകും, പിന്നെ വെള്ളത്തിലോട്ട് വീഴും, പിന്നെ ആ വെള്ളം കുടിക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റും, പ്ലാന്റ്സിൽ പ്ലാന്റ്സ് എന്തെങ്കിലും പറ്റും, അങ്ങനെ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്ന ആ ഒരു ഇതിനെയാണ് പറയുന്നത് ആസിഡ് ഡിപ്പോസിഷൻ എന്ന്. ഡാമേജ് ഫ്രം ആസിഡ് റെയിൻ ഈസ് മോസ്റ്റ് ഇൻ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ജപ്പാൻ, ചൈന ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. In the US, coal burning power plants contribute to about 70% of sulfur dioxide. In Canada, oil refining, metal smelting and other industrial activities account for 61% of sulfur dioxide pollution. Motor vehicle exhaust fumes are the main source of nitrogen oxides. The acids in acid rain chemically react with any object they come into contact with. അപ്പം ഇവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു എഫക്റ്റ് കാണുന്ന, അല്ലെങ്കിൽ ഈ ഒരു ആസിഡ് റെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രതിഭാസം കാണുന്നത് എവിടേക്കാണെന്നാണ്. എസ്പെഷ്യലി നോർത്ത് അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, ജപ്പാനിലുണ്ട്, ചൈനയിലുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു സൾഫർ ഡയോക്സൈഡും പിന്നെ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 70% ഓഫ് സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന US ഒരു കോൾ ബേണിംഗ് പവർ പ്ലാന്റ്സിൽ നിന്നാണ്. പിന്നെ കാനഡയിലെ ഓയിൽ റിഫൈനിങ്, മെറ്റൽ സ്മെൽറ്റിംഗ് ആൻഡ് പിന്നെ കുറേ ഇൻഡസ്ട്രീസിൽ നിന്നും 61% സൾഫർ ഡയോക്സൈഡ് നമുക്ക് പൊല്യൂഷൻ തരുന്നുണ്ട്. അതും പോരായിട്ട് മോട്ടോർ വെഹിക്കിളിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു പുകയും നൈട്രജൻ ഓക്സൈഡ്സൊക്കെ വരുമ്പം അതും ഈ ഒരു പൊല്യൂഷന് കാരണമാകും. ഇനി നമുക്ക് കാണാനുള്ളതാണ് എഫക്റ്റ് ഓഫ് ആസിഡ് റെയിൻ. 6 എഫക്റ്റ് ഉണ്ട്. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഇതായിരുന്നു, ഞാൻ എല്ലാം ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ആദ്യത്തെ തന്നെ ആസിഡ് റെയിൻ ഡിസോൾവ്സ് ആൻഡ് വാഷസ് എവേ ന്യൂട്രിയൻസ് ഇൻ ദ സോയിൽ. അപ്പം ഈ ഒരു ആസിഡ് റെയിൻ വീഴുന്നത് മഴ പെയ്യുമ്പോൾ നേരെ മണ്ണിലോട്ടല്ലേ വീഴുന്നത്. അതേ സെയിം പരിപാടി തന്നെയാണ്. ആ ഒരു ആസിഡ് കണ്ടൻറ്റ് നമ്മുടെ ഈ ഒരു മണ്ണിലോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ ആ ഒരു ഫെർട്ടിലൈനായിട്ടുള്ള സോയിലിനെ ഫുള്ളും ഡാമേജ് ചെയ്ത് അതിനൊരു ആസിഡിക് ആയിട്ടുള്ള ഒരു സോയിലായിട്ട് മാറ്റും. പിന്നെ അവിടെ എന്ത് നട്ട് വെച്ചാലും കിളുക്കത്തില്ല, ആ ഒരു സോയിലിനെ കൊണ്ട് വലിയൊരു ഗുണം ഇല്ലാതായി മാറുകയാണ്. രണ്ടാമത്തെയാണ് ആസിഡ് റെയിൻ അഫക്റ്റ് ട്രീ മോർ ഡയറക്ട്ലി ബൈ ക്രിയേറ്റിംഗ് ഹോൾസ് ഇൻ ദ വാക്സി കോട്ടിംഗ് ഓഫ് ലീവ്സ്. അപ്പം ഈ ഒരു ട്രീസും പ്ലാന്റ്സിനൊക്കെ ഇലയുണ്ട്, ആ ഇലയിലോട്ട് ഈ ഒരു ആസിഡ് റെയിൻ വന്ന് വീഴുമ്പം എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തൊരു വാക്സി കോട്ടിംഗ് ഉണ്ട്. നമ്മളൊരു ഇലയൊക്കെ പറിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് പൊളിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ കീറി നോക്കിയാൽ മനസ്സിലാകും, ചെറിയ രീതിയിൽ ഒരു തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് വരുന്നുണ്ട്. ആ ഒരു കോട്ടിങ് ഈ ഒരു ആസിഡ് റെയിൻ വൈപ്പ് ചെയ്ത് കളയുകയും അതും പോരാഞ്ഞിട്ട് ആ ഒരു ഇലകളിൽ ഫുള്ളും ഹോൾസ് വീഴും. അതിലൂടെ ഫോട്ടോസിന്തസിസ് നടക്കാതെയായി പിന്നെ ആ ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് നശിച്ചു പോകാൻ ഇടയാകുന്നുണ്ട്. നമ്മുടെ ഓക്സിജൻ്റെ ലെവൽ കുറയ്ക്കാനും ഇടയാക്കുന്നുണ്ട്. മൂന്നാമത്തെ എഫക്റ്റാണ് ആസിഡ് റെയിൻ ഫോൾസ് ഓൺ ദി ഗ്രൗണ്ട് റീച്ച് റിവേഴ്സ്, ലേക്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ് കോസ് ആസിഡിക്. അപ്പം മൂന്നാമത്തെ നമ്മുടെ എഫക്റ്റ് എന്ന് വെച്ചാൽ ഈ വീഴുന്ന ഈ ഒരു വെള്ളം ഒഴുകിച്ചെന്ന് ലേക്കുകളിലും റിവറുകളിലും വെറ്റ്ലാൻഡിലൊക്കെ ഇങ്ങനെ കിടക്കും. അവിടുത്തെ ആ ഒരു വാട്ടറിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറ്റി അതിനൊരു അസിഡിക്കായിട്ട് മാറ്റും. പിന്നെ അത് കൺസ്യൂം ചെയ്യുന്ന ഏതൊരു ഇതാണെങ്കിലും, പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും ഹ്യൂമൻസ് ആണെങ്കിലും അവരിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണും. നാലാമത്തെ എഫക്റ്റാണ് അഫക്റ്റ് ദി വൈൽഡ് ലൈഫ്. അപ്പം ഇത് കാട്ടിലൊക്കെയാണ് വീഴുന്നതെങ്കിൽ അതെല്ലാം ആ വെള്ളമെല്ലാം ഒഴുകിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ജീവൻ കുടിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും പറ്റും. അതാണ് അഫക്റ്റ് ഇൻ ദ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ എഫക്റ്റാണ് ഡാമേജിങ് ബിൽഡിംഗ്, ഓട്ടോമൊബൈൽസ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് ആൻഡ് മെറ്റൽസ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ബിൽഡിങ്സും പിന്നെ
ആ ഒരു ഓട്ടോമൊബൈൽസ് ആ വെഹിക്കിൾസും പിന്നെ സ്റ്റോൺസ് വെച്ചുണ്ടാക്കിയേക്കുന്ന എന്തോ ആയിക്കോട്ടെ, മെറ്റൽസ് വെച്ച് എന്തോ ആയിക്കോട്ടെ, എല്ലാമായിട്ട് ആസിഡ് റിയാക്റ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ മാറ്റും, അല്ലെങ്കിൽ അത് ഡാമേജ് ചെയ്യും ആ ഒരു വെള്ളത്തിലുള്ള ആസിഡിക് കണ്ടൻറ്റ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അവസാനത്തെ എഫക്റ്റാണ് ഫിഷ് ക്യാച്ച് ഫ്രം ആസിഡിക് വാട്ടർ ഈസ് ഹാംഫുൾ ഫോർ ഹ്യൂമൻസ്. അപ്പം ഈ ഇങ്ങനെ ഒഴുകിച്ചെല്ലുന്ന വെള്ളമൊക്കെ ഒരു സ്ഥലത്തോട്ട് ഒഴുകിച്ചെന്നും അവിടെ അത് മീനൊക്കെ ഉണ്ട്. ആ മീനെ ഒക്കെ നമ്മൾ പിടിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ ആ ഒരു ആസിഡിൻ്റെ എഫക്റ്റ് നമുക്കും ഏൽക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയുമാണ് 6 എഫക്ട്സ് വരുന്നത് ആസിഡ് റെയിനിൻ്റെ. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പം നമുക്ക് ആ ഒരു കണ്ടൻറ്റ് നോക്കാം. Ozone is formed by action of sunlight on oxygen. It forms a layer 20 to 30 kilometers above the surface of the earth. അപ്പം ഓസോൺ എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സൺലൈറ്റും പിന്നെ ഓക്സിജനുമായിട്ടുള്ള ഒരു ആക്ഷനിലാണ് ഈ ഒരു ഓസോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഓസോണിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് O3 ആണ്. ഇറ്റ് ഫോംസ് എ ലെയർ 20 to 30 kilometers above the surface of the earth. അപ്പം ഈ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം 20-30 കിലോമീറ്ററിന് മുകളിലാണ് ഈ ഒരു ഓസോൺ എന്ന് പറയുന്ന ഒരു ലെയർ സ്ഥിതി ചെയ്യുന്നത്. ദിസ് ആക്ഷൻ ടേക്ക് പ്ലേസ് നാച്ചുറലി ഇൻ ദി അറ്റ്മോസ്ഫിയർ ബട്ട് ഇറ്റ് ഈസ് വെരി സ്ലോ. അപ്പം ഈ ഒരു ഓസോൺ എന്ന് പറയുന്ന ഒരു ലെയർ ഫോം ചെയ്യുന്നത് നാച്ചുറലായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെത്താനെ അവിടെ ഫോം ആയിക്കൊള്ളും. പക്ഷേ ഇത് ഭയങ്കര സ്ലോ ആയിട്ട് ഭയങ്കര പതിയാണ് ഇത് ഫോം ചെയ്യുന്നത്. ഓസോൺ ഈസ് എ ഹൈലി പോയിസണസ് ഗ്യാസ് വിത്ത് എ സ്ട്രോങ് ഓഡർ. It is considered a pollutant at the ground level and constitutes a health hazard by causing respiratory illnesses like asthma. അപ്പം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ, അതായത് ഈ ഒരു ഭൂമിയിലോട്ട് ഈ ഒരു ഓസോൺ ആ ഒരു ഗ്യാസ് വരികയാണെങ്കിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുക, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള രോഗങ്ങൾ സൃഷ്ടിക്കുക, ആസ്മ പോലത്തെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ഓസോൺ ഈസ് അപ്പർ അറ്റ്മോസ്ഫിയർ however is vital to all forms of life as it protects the earth from harmful UV radiations of sun. Ozone layer absorbs the UV radiation preventing it from reaching the earth's surface. അപ്പം ഇങ്ങനെയൊക്കെ പോയിസണസ് ഗ്യാസ് എന്ന് പറഞ്ഞാലും പക്ഷേ ഇത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ് തരുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 20-30 കിലോമീറ്റർ മുകളിലാണ് ഈ ഒരു ഓസോൺ ലെയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സണ്ണിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസിനെ ഈ ഒരു ഓസോൺ ലെയർ അവിടെ തടഞ്ഞു നിർത്തും അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യും. എന്നിട്ട് നമ്മളെ ഭൂമിയിലേക്ക് എത്തേണ്ടിയിരുന്ന അതിനെ ആ ഒരു സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ എർത്ത് സർഫേസിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാണ് ഈ ഒരു ഓസോൺ ലെയർ ചെയ്യുന്നത്. In the 1970s, scientists discovered that chemical called chlorofluorocarbons or CFCs, which are used in refrigerants and aerosol spray propellants, pose a threat to the ozone layer. അപ്പോൾ 1970-കളിൽ സയൻറ്റിസ്റ്റുകൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. കാർബൺസ് അല്ലെങ്കിൽ CFC എന്ന് പറയുന്ന ഒരു തരം ഗ്യാസ്, അത് റെഫ്രിജറൻസിലും പ്രൊപ്പലൻസിലും ഉപയോഗിക്കുന്ന ഒരുതരം ഗ്യാസ്, അത് നമ്മുടെ ഈ ഒരു ഓസോൺ ലെയറിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ദ CFC മോളിക്യൂൾസ് ആർ വിർച്വലി ഇൻഡിസ്ട്രക്റ്റബിൾ അണ്ടിൽ ദേ റീച്ച് ദി സ്ട്രാറ്റോസ്ഫിയർ വേർ UV റേഡിയേഷൻസ് ബ്രേക്ക് ദം ഡൗൺ ടു റിലീസ് ക്ലോറിൻ ആറ്റംസ്. അപ്പം ഇവിടെ ആ ഒരു ബ്രേക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഓസോൺ ലെയർ അവിടെ ബ്രേക്ക് ആകുന്ന കാര്യം, ഈ ഒരു CFC ഗ്യാസ് കാരണം ഓസോൺ ലെയർ ബ്രേക്കായിട്ട് അതിലൂടെ നമ്മുടെ ആ ഒരു അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഭൂമിയിലോട്ട് എത്തുന്ന കാര്യമാണ് പറയുന്നത്. ദീസ് ക്ലോറിൻ ആറ്റംസ് റിയാക്ട് വിത്ത് ഓസോൺ മോളിക്യൂൾസ് ടു ബ്രേക്ക് ദം ഡൗൺ ഇൻ ടു ഓക്സിജൻ മോളിക്യൂൾസ്. അപ്പം ഈ ഒരു ഓസോൺ ലെയർ മോളിക്യൂൾസിനെ ഇതിൻ്റെ ഒരു എഫക്റ്റ് കാരണം ബ്രേക്ക് ചെയ്ത് ഓക്സിജനായിട്ട് മാറ്റും. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്ട്രക്ചർ O3 ആണ്, അതിൽ നിന്ന് O2 ഇതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ലെയർ അവിടെ ബ്രേക്ക് ആവുകയാണ്, ഓസോൺ മാറി ഓക്സിജനായിട്ട് മാറുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ കൂടി ഈ ഒരു UV റേഡിയേഷൻസ് നമ്മുടെ ഭൂമിയിലോട്ട് എത്തുകയാണ്. ദീസ് ഓക്സിജൻ മോളിക്യൂൾസ് ഡു നോട്ട് അബ്സോർബ് UV റേഡിയേഷൻസ്. അപ്പം ഈ ഒരു O3 എന്ന് പറഞ്ഞ ഫോമിൽ നിൽക്കുന്ന ഓസോൺ ഈ ഒരു അൾട്രാ വയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു O2 എന്ന ഫോമിൽ നിൽക്കുന്ന ഓക്സിജൻ ഒരിക്കലും UV റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്.
Since early 1980s, scientists now detected a thinning of ozone layer in the atmosphere above Antarctica. This phenomenon is now being detected in other places as well, including Australia. The destruction of the ozone layer causes increased incidence of skin cancer and അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 1980-കളിൽ സയൻറ്റിസ്റ്റുകൾ പിന്നെയും ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓസോൺ ലെയറിനെ ബ്രേക്ക് ആകുന്ന കാര്യം എവിടെയാണെന്ന് വെച്ചാൽ അന്റാർട്ടിക്കയിലാണ്. പിന്നെ ഇത് കണ്ടത് ഓസ്ട്രേലിയയാണ്. പിന്നെ ഇത് ഭൂമിയുടെ പല പ്രദേശങ്ങളിലായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത്, ആ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഇറ്റ് ഓൾസോ ഡാമേജ് ടു സെർട്ടൻ ക്രോപ്സ്, thus affecting natural food chain and food webs. This decrease in vegetation leads to an increase in carbon dioxide. അപ്പം ഈ ഒരു പ്രതിഭാസം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു UV റേഡിയേഷൻസ് കാരണം പല ക്രോപ്സുകളും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ഫുഡ് ചെയിനെ തന്നെ ബാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് ചെയിൻ എന്താ എന്ന് അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഈ ഇമേജ് കാണിച്ചുതരാം. ഈ ഒരു ഇമേജ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു ഫുഡ് ചെയിൻ ഉണ്ടാകുന്ന ബ്രേക്ക് കാരണം പല ക്രോപ്സ് അല്ലെങ്കിൽ പല ആനിമൽസ് അല്ലെങ്കിൽ പല ക്രീച്ചേഴ്സ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ പ്ലാന്റ്സ് നശിച്ചു പോകുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നും ഉണ്ട്. With the significance of the Montreal Protocol in 1987, a treaty for the protection of the ozone layer, the use of CFCs was to be banned by the year 2000, after which the ozone layer is expected to slowly recover over a period of about 50 years. Although the use of CFCs has been reduced and is now banned in most countries, other chemicals and industrial components such as bromine, halocarbons and nitrous oxides from fertilizers continue to attack the ozone layer. അപ്പോൾ ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരം 1987 ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരം നമ്മുടെ ഈ ഒരു CFC എന്ന് പറയുന്ന ഒരു ഗ്യാസിനെ ബാൻ ചെയ്തിട്ടുണ്ട് 2000. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്രേക്കായിട്ടുള്ള നമ്മുടെ ഓസോൺ ലെയർ ഏകദേശം ഒരു 50 വർഷം എടുത്ത് നമ്മൾ ഇതൊരു സ്ലോലി റിക്കവർ ചെയ്യുന്ന പ്രോസസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ 50 വർഷം സമയമെടുത്ത് അത് റിക്കവർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു തലവേദന പോയപ്പോൾ അടുത്ത തലവേദന വന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു CFC മാറിക്കഴിഞ്ഞ് പിന്നെയും പുതിയ കുറേ താരങ്ങൾ വന്നിട്ടുണ്ട്. ബ്രോമിനും ഹാലോ കാർബൺസും നൈട്രോസ് ഓക്സൈഡ്സും ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഭവം കെമിക്കൽസ് പിന്നെയും വന്നിട്ടുണ്ട്. ഇതെല്ലാം ഓസോൺ ലെയറിനെ എഫക്റ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ദെൻ നമ്മുടെ ഫൈനൽ ടോപ്പിക്കാണ് ന്യൂക്ലിയർ ആക്സിഡൻറ്റ് ആൻഡ് ന്യൂക്ലിയർ ഹോളോകാസ്റ്റ്. ഹോളോകാസ്റ്റ് എന്ന് വെച്ചാൽ കൂട്ടക്കൊല, ആ ഒരു മീനിങ്ങാണ് വരുന്നത്. ന്യൂക്ലിയർ എനർജി വാസ് റിസർച്ച്ഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ മാൻ ആസ് ആൻ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ക്ലീൻ ആൻഡ് ചീപ്പ് എനർജി കമ്പയർഡ് ടു ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസ് നമുക്കറിയാം, പെട്രോൾ, ഡീസൽ, ഇതൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസ്. അപ്പം ഈ ഒരു 90% വെഹിക്കിൾസ് ഓടുന്നത് ഫോസിൽ ഫ്യൂവൽ യൂസ് ചെയ്തുകൊണ്ടാണ്, പെട്രോൾ ഡീസലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം ഇത് തീർന്നു പോയതിനെ പറ്റും ഉറപ്പായിട്ട് ഇതെല്ലാം തീർന്നു പോകും ഒരു ദിവസം. ഇതെല്ലാം തീർന്നു പോകും. കാരണം ഇതെല്ലാം മണ്ണിൽ നിന്ന് എടുക്കുന്ന സംഭവമാണ്, നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സംഭവമാണ്. ഈ അറബിയുടെ ഒക്കെ എണ്ണപ്പാടൊന്നും കേട്ടില്ല, അവിടെ നിന്നൊക്കെ എടുക്കുന്ന സംഭവമാണ് ഇത് മൊത്തം. അപ്പോൾ ഇതെല്ലാം തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റുമെന്ന് ഓർത്തു നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു തരം എനർജിയാണ് ന്യൂക്ലിയർ എനർജി. ഇത് ആർട്ടിഫിഷ്യലാണ്. അപ്പം ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള എനർജിയാണ്. നമ്മളെ ഈ ഒരു നേച്ചറിനെ ഇങ്ങനെ അഫക്റ്റ് ചെയ്യുക, അതായത് പൊള്യൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് എനർജി അല്ല. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ചീപ്പാണ്. പെട്രോളും ഡീസലൊക്കെ അത് ഉള്ള സ്ഥലത്ത്, അതായത് ഈ ഒരു ഫോസിൽ ഫ്യൂൽസ് ഉള്ളിടത്ത് കുഴിച്ചാലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് നമുക്ക് എവിടെ വേണേലും ഉണ്ടാക്കിയെടുക്കാം, അത് ചീപ്പാണ്. Although this did happen, along with the benefit of nuclear energy came its downfalls. അപ്പം ഇത് അവർ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നേരെ തിരിഞ്ഞാണ് വന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, in the short history of nuclear energy, there have been a number of accidents that have suppressed any natural calamities or other energy sources extraction in their impact. A single nuclear accident causes loss of life, long-term
illness and destruction of property on a large scale and for a long period of time. Radioactivity and its fallout lead to cancer, genetic disorders, and health in the affected area for decades after the accidents, thus affecting all form of life for several generations. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഈ ഒരു ന്യൂക്ലിയർ പ്ലാന്റ്, ഈ ഒരു ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പേരാണ് ന്യൂക്ലിയർ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ പ്ലാന്റിൽ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായതിന് ഉറപ്പായിട്ടും അവിടെ ജീവന് നഷ്ടമുണ്ടാകും. ആക്സിഡൻറ്റ് ആയിട്ട് തന്നെ അവിടെയുള്ള പലർക്കും അത് ബാധിച്ച് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആകും. പക്ഷേ നമ്മുടെ സാധാരണ ഒരു അപകടം ഉണ്ടാകുന്ന പോലെ അല്ല ഈ ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടക്കുന്നത്. സംഭവം എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു സ്ഥലത്ത് തീ പിടിച്ചു, അതിൻ്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ ദേഹമൊക്കെ പൊള്ളുമായിരിക്കും, ആശുപത്രി പോവുമായിരിക്കും, കുറേ പേര് മരിക്കുമായിരിക്കും, ബാക്കി രക്ഷപ്പെടുന്നവർ പതിയെ റിക്കവർ ചെയ്ത് വരുമായിരിക്കും. നേരെ തിരിച്ചാണ് ഇവിടെ പറ്റുന്നത്. ഇത് ഒറ്റയടിക്ക് ഈ ഒരു ന്യൂക്ലിയർ എനർജി റേഡിയോ ആക്റ്റീവാണ്. ഈ ഒരു ന്യൂക്ലിയർ അപകടം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. കുറേയധികം വർഷങ്ങളത്തേക്ക് അങ്ങോട്ട് ഒരു ജീവനും അവിടെ ഉണ്ടാവില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഹിരോഷിമയിലെ നാഗസാക്കിയിലൊക്കെ ആ ഒരു കാര്യം. അപ്പം ആ ഒരു ലെവലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു പ്ലാന്റ് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ പോകും. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അകലെ എന്ന് പറഞ്ഞ് അവരെല്ലാം ആശുപത്രിയിലാകും. പിന്നെ ആ ഒരു ഏരിയയുടെ ചുറ്റിലും റേഡിയോ ആക്റ്റീവ് ആകും. അവിടെ കിടക്കുന്ന എന്ത് മെറ്റൽസ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാം റേഡിയോ ആക്റ്റീവായിട്ട് മാറും. പിന്നെ അതെടുത്താൽ നമുക്കും റേഡിയോ ആക്റ്റീവ് ബാധിക്കും. അതിൻ്റെ ആ ഒരു റേഡിയോ ആക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ DNA തന്നെ ഓൾട്ടർ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി അതിനുണ്ട്. ഇപ്പം നമുക്കെല്ലാവർക്കും ഒരു DNA ഉണ്ട്. ആ ഒരു DNA ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം ഏകദേശം എങ്കിലും കണ്ണുമൂക്കും വായുവൊക്കെ വെച്ച് ഒരു പോലെ ജനിക്കുന്നത്. പക്ഷേ ആ ഒരു സംഭവം നമ്മുടെ DNA ഉള്ളത് കൊണ്ടാണ്. ആ ഒരു DNA തന്നെ ഓൾട്ടർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ടെന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ ഇത് അപകടം ഉണ്ടായ ആ സ്ഥലത്ത് നമുക്കിനി അടുത്ത ദിവസം ചെന്ന് താമസിക്കാൻ, ഒരാഴ്ച കഴിഞ്ഞ് പോയി താമസിക്കുക, 2 ആഴ്ച കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. അവിടെ റേഡിയോ ആക്റ്റീവായി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിയായിരിക്കണം അങ്ങോട്ട് പോകുന്നത്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. The use of nuclear energy in war has affected on humans and on the earth. In the only use of nuclear power in war that United States dropped 2 atomic bombs over Japanese town of Hiroshima and Nagasaki in 1945. അപ്പം ഈ ഒരു ന്യൂക്ലിയർ ബോംബെന്ന് പറയുന്നതും ആറ്റം ബോംബെന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. 1945 നടന്ന ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മുടെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റോമിക് ബോംബ്സ് ഇട്ടിരുന്നു. ആ 2 ആറ്റോമിക് ബോംബ്സ് ആയിരക്കണക്കിന് ആളുകളെ കൊന്നു. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക് ഏൽപ്പിച്ചു. അവിടെയുള്ള എല്ലാ മൈൽസ് കണക്കിന്, അതായത് കിലോമീറ്റേഴ്സ് കണക്കിന് എല്ലാം നശിച്ചു. ആ ഒരു എഫക്റ്റ് ഉണ്ടായേക്കുന്ന റേഡിയേഷൻ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ജനറ്റിക് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അവിടെ സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് കൂടുതലും കുട്ടികളെയാണ് അഫക്റ്റ് ചെയ്യുന്നതും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കാനുള്ളത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഓർക്കുന്നു. വലിയ പോർഷനൊന്നും അല്ലായിരുന്നു, എന്നാലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എടുത്തു പോയേക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും വേറെ കമൻറ്റ് വായിക്കുന്ന ആരെങ്കിലും റിപ്ലൈ തരും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും ടോപ്പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. അപ്പം ടാറ്റ, ബൈ ബൈ.